ഇക്കഴിഞ്ഞ ദിവസം കർണാടകയിലെ തുംഗഭദ്ര അണക്കെട്ട് തകർന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ആശങ്കകളും ഇങ്ങ് കേരളത്തിൽ വർദ്ധിച്ചു. മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സുർക്കി അണക്കെട്ടാണ് തുംഗഭദ്ര. അതായത് ശർക്കരയും കരിമ്പിൻ നീരും മുട്ടവെള്ളയും ചേർത്ത് തയ്യാറാക്കിയ സുർക്കി ചാന്ത്. ഈ സുർക്കി ചാന്തിൽ കരിങ്കല്ലിൽ കെട്ടിയുണ്ടാക്കിയ അണക്കെട്ട്. കർണാടകയിലെ 71 വർഷം പഴക്കമുള്ള തുംഗഭദ്ര അണക്കെട്ടിന്റെ ഷട്ടർ ഗേറ്റുകളിൽ ഒന്ന് തകരാറിലായത് ഏറെ ആശങ്കയോടെയാണ് ആളുകൾ കേട്ടത്. കർണാടകയിലെയും ആന്ധ്രാപ്രദേശിലെയും പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട് എന്നായിരുന്നു മുന്നറിയിപ്പ്. കർണാടകയിലെ വിജയനഗര, കൊപ്പാൽ ജില്ലകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് തുംഗഭദ്ര. ആ പ്രദേശത്തെ ജലക്ഷാമവും കൃഷി ആവശ്യങ്ങളും ഒക്കെ പരിഗണിച്ചാണ് 1860-ൽ ബ്രിട്ടീഷുകാർ തുംഗഭദ്ര നദിക്ക് കുറുകെ അണക്കെട്ട് പണിയാൻ തീരുമാനമെടുത്തത്. പിന്നീട് ഹൈദരാബാദ് രാജ്യവും ബ്രിട്ടീഷ് മദ്രാസ് പ്രവിശ്യയും 1944-ൽ ഇത് സംബന്ധിച്ച കരാറിലെത്തിയതോടെ അണക്കെട്ടിന്റെ പണി ആരംഭിച്ചു. 1947-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അണക്കെട്ടിന്റെ കരാർ ഹൈദരാബാദ്, മൈസൂർ സംസ്ഥാനങ്ങൾ തമ്മിലായി. വെപ്പ കൃഷ്ണമൂർത്തി, പള്ളിമല്ലി പാപ്പയ്യ, തിരുമല അയ്യങ്കാർ എന്നിവരായിരുന്നു തുംഗഭദ്രയുടെ ശില്പികൾ. ഏകദേശം 16.96 കോടി രൂപ ചിലവിൽ പണിതീർത്ത തുംഗഭദ്ര 1953-ൽ കമ്മീഷൻ ചെയ്തു. 2.45 കിലോമീറ്റർ നീളത്തിൽ 49.5 മീറ്റർ ഉയരത്തിലാണ് തുംഗഭദ്ര അണക്കെട്ട്. 378 ചതുരശ്ര കിലോമീറ്ററാണ് ഡാം ഉൾപ്പെടുന്ന മേഖലയുടെ ആകെ വിസ്തൃതി. 1957-ൽ തുംഗഭദ്രയിൽ ജലവൈദ്യുത പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അന്ന് 9 മെഗാവാട്ട് ശേഷിയായിരുന്നു തുംഗഭദ്രയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഘട്ടം ഘട്ടമായി കാലക്രമേണ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ 127 മെഗാവാട്ടാണ് ആകെ ശേഷി. അണക്കെട്ടിനോട് ചേർന്ന് പൈതൃക നഗരമായ ഹംപിയുണ്ട്. റിസർവോയറിന്റെ ഇടത് ഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന കനാലുകളിലൂടെയാണ് കർണാടകയിലേക്ക് ജലസേചനത്തിന് ആവശ്യമായ വെള്ളം എത്തിക്കുന്നത്. റിസർവോയറിന്റെ വലത് ഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന 2 കനാലുകളിൽ ഒന്ന് കർണാടകയിലേക്കും മറ്റൊന്ന് ആന്ധ്രാപ്രദേശിലെ റായലസീമ മേഖലയിലേക്കുമാണ് പോകുന്നത്. തുംഗഭദ്ര അണക്കെട്ടിന്റെ ഒരു ഷട്ടറാണ് തകർന്നത്. പൊട്ടിയ 19-ാം ഗേറ്റിലൂടെ 35,000 ക്യൂസെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുകി. ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംഭവം. അണക്കെട്ട് തകരുന്നത് ഒഴിവാക്കാൻ 33 ഗേറ്റുകളും തുറന്നതായി അധികൃതർ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ആശങ്കകൾ കൂടിയത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം കൺമുന്നിലുള്ളതിനാൽ ഇനി റിസ്ക് എടുക്കാൻ വയ്യ എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം. കരികല്ല് പൊട്ടിച്ചെടുത്ത് അടുക്കി വെച്ച് അതിനു മുകളിൽ സുർക്കി മിശ്രിതം ഉപയോഗിച്ചായിരുന്നു അണക്കെട്ടിന്റെ നിർമ്മാണം. കത്തിച്ച ഇഷ്ടികപ്പൊടിയും പഞ്ചസാരയും കാൽഷ്യം ഓക്സൈഡും ചേർന്ന മിശ്രിതമാണ് സുർക്കി. നിർമ്മാണത്തിനിടയിൽ 2 തവണ തടയണ തകർന്നതിനെ തുടർന്ന് ബ്രിട്ടീഷ് അധികാരികൾ അണക്കെട്ട് നിർമ്മാണത്തിനായുള്ള ഫണ്ട് നിർത്തിവെക്കുകയും ചെയ്തു. ഇതുമൂലം ചിലവ് കൂടിയപ്പോൾ ഇംഗ്ലണ്ടിലുള്ള തന്റെ സ്വത്ത് വിറ്റ് കിട്ടിയ പണം ഉപയോഗിച്ചാണ് പെന്നിക്യൂക്ക് ഡാമിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 126 വർഷങ്ങൾക്ക് മുൻപ് ജോൺ പെന്നിക്യൂക്ക് എന്ന ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിന്റെ കൈവഴികളിലൊന്നായ മുല്ലപ്പെരിയാറിൽ നിന്ന് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി തമിഴ്നാട്ടിലെ 5 ജില്ലകളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ ഒരു അണക്കെട്ട് നിർമ്മിച്ചു. അതാണ് മുല്ലപ്പെരിയാർ. അതിന്മേൽ അന്ന് തിരുവിതാംകൂർ രാജാവായിരുന്ന വിശാഖം തിരുനാളും ഇന്ത്യയുടെ ബ്രിട്ടീഷ് സ്റ്റേറ്റ് സെക്രട്ടറിയും തമ്മിൽ 999 വർഷത്തേക്ക് ഒരു കരാർ ഒപ്പിടുകയും ചെയ്തു. 1200 അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആകെ നീളം. ഉയരം 176 അടിയും 152 അടിയാണ് അണക്കെട്ടിന്റെ ആകെ സംഭരണ ശേഷി. ഇതുകൂടാതെ 240 അടി നീളവും 115 അടി ഉയരവുമുള്ള ഒരു ബേബി ഡാമും 240 അടി നീളവും 20 അടി വീതിയുമുള്ള ഒരു എർത്ത് ഡാമും ചേർന്നതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. എന്നാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്ഥിരതയെക്കുറിച്ച്, അതിന്റെ സുരക്ഷയെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.